മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതേ ഏകാദശസ്കന്ധേ ദ്വിതീയോധ്യായ. ഏകാദശത്തിലെ രണ്ടാമത്തെ അധ്യായം. ശ്രീശുക ഉവാച ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഃ അവാത്സീൽ നാരദോ വീക്ഷ്ണം കൃഷ്ണോപാസനലാലസ. ശ്രീ ശിവബ്രഹ്മർഷി പറയണ, ഹേ കുരുദ്വഃ, അതായത് ആ കുരുശ്രേഷ്ഠനായിട്ടുള്ള പരീക്ഷത്തെ എങ്ങനെയെന്ന് വെച്ചാൽ ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം, ഈ ദ്വാരകയിൽ എങ്ങനെ ഭഗവാന്റെ കൈകളാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദ്വാരകയിൽ അവാത്സിയിൽ നാരദ മഹർഷി എപ്പോഴും അവിടെ ഉണ്ടായിരിക്കുന്ന പറയുകയാണ്. ഇങ്ങനെ ദ്വാരകയിൽ എങ്ങനെ ആ അവാത്സിയിൽ നാരദോ പലപ്പോഴും എങ്ങനെയാണ് ആ കൃഷ്ണോപാസനലാലസ, ഭഗവാനിലുള്ള ഭക്തി കാരണം ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രം അതിലിങ്ങനെ ലാലസനായിട്ടാണ് പറയുന്നത്. അത് അത്യന്തം ആഗ്രഹത്തോട് കൂടിയിട്ട് എന്നാണ് ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എപ്പോഴും ഉണ്ടാകുന്നതാണ് നാരദ മഹർഷി. അപ്പോൾ ഈ നാരദ മഹർഷിക്ക് ഒരു ശാപമുണ്ട്. നമ്മൾ ഷഷ്ടസ്കന്ധത്തിൽ ദക്ഷ പ്രജാപതി കൊടുത്ത ശാപം അറിയാം. അതുമാതിരി ഇതിൽ പുരഞ്ജനോപാഖ്യാനത്തിൽ ചതുർത്ഥസ്കന്ധത്തിൽ പറയുന്ന നാരദ മഹർഷി എന്ന് പറയും, എന്താണ് ജര കാലകന്യകയുള്ള ജര എന്നെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു, അതുണ്ടായില്ല, അത് കാരണം എന്നെ ശപിച്ചു എന്നൊക്കെ. അതെന്താണ് ഈ ശാപം? നാരദ മഹർഷിക്ക് എവിടെയും നിൽപ്പുറയ്ക്കാണ്ട പോട്ടെ, ഒരു ദിക്കിലും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കാരണം അതൊരു അനുഗ്രഹമായിട്ടാണ് നാരദ മഹർഷി എടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിന്നാലാണ് ആ സ്ഥലത്തിനോട് ഒട്ടലുണ്ടാവുക, അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടുക, ബന്ധപ്പെടുക, അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഒരു ദിക്കിൽ പോയി നിൽക്കാൻ പറ്റില്ല വെച്ചാൽ നല്ലതായിട്ട് അദ്ദേഹം അതിലെ ഭക്തിമാനായിട്ടുള്ള അദ്ദേഹം അങ്ങനെ അത് സ്വീകരിച്ചു എന്ന് പറയുക. ആ വരം ഒരു വരായിട്ട് സ്വീകരിച്ചു ആ ശാപത്തിന്. പക്ഷെ ഒന്നുണ്ട്, ഇവിടെ ഭഗവാന്റെ അവിടെ വരുമ്പോണ്ടല്ലോ ഈ ശാപത്തിനൊന്നും ഫലമില്ല. അതാണ് ഗോവിന്ദഭുജഗുപ്തായ എന്ന് പറയുക. കാരണം ഭഗവാന്റെ കൈകളുടെ സംരക്ഷണത്തിലുള്ള ദ്വാരകയിൽ ഇത്തരം ശാപങ്ങൾക്കൊന്നും അവിടെ കിടക്കാൻ പറ്റില്ല. അതൊന്ന്. രണ്ടാമതായിട്ട് ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയില്ലേ, 16,108 പത്നിമാരാണ് ഭഗവാനുള്ളത്. ഇവരുടെയൊക്കെ ഓരോ ഗൃഹത്തിലും എല്ലായ്പ്പോഴും ഒരേ സമയത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പം നാരദ മഹർഷിക്ക് ഈ ഓരോ ഗൃഹത്തിലും ഓരോ ദിവസം പോയാത്തനുണ്ടല്ലോ, തിരിച്ചിവിടെ വരുമ്പോഴേക്കും അതങ്ങനെ അപ്പം അവിടെ ദ്വാരകയിൽ നിന്ന് എപ്പോഴും പുറത്തു പോകേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ അങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റുന്നതാണ്. അതാണ് അവാത്സീൽ നാരദോ വീക്ഷണം പലപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു പറയണേ. ഇപ്പോൾ അതിന് ശിവബ്രഹ്മർഷിനെ അത് ഇതിൽ ഒരു കാരണം പറയാണ്. കോന്നു രാജൻ ഇന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം നപജേൽ സർവതോ മൃത്യും ഉപാസ്യം അമരോത്തമൈ. രാജൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, സർവതോ മൃത്യു, എല്ലാ സമയത്തു നിന്നും എല്ലാ കാലത്തിൽ ഭാഗത്തു നിന്നും മൃത്യുവിന് അധീനനായിട്ടുള്ള ഒരാൾ, അതായത് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ളതായിട്ടുള്ള ആരാണ്? കോന്നു എന്നാണ്. അമരോത്തമൈ ഉപാസ്യം, ആ ദേവശ്രേഷ്ഠന്മാരാൽ കൂടി എപ്പോഴും ഉപാസിക്കാൻ യോഗ്യമായിട്ടുള്ള ആ മുകുന്ദ ചരണാംബുജം ആരാണ് ഭജിക്കാതിരിക്കാതെ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അതിന് അത്ഭുതമൊന്നുമില്ല. നാരദ മഹർഷി എവിടെ നിന്ന് പോകാത്തതിനെന്ന് പറയുകയാണ്. കഴിയുന്ന സമയത്ത് നമ്മൾ പറ്റിയ സമയം ഭഗവാന്റെ കൂടെ തന്നെ ഇരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നാരദ മഹർഷി അവിടെ ഇരിക്കുന്ന സമയത്ത് തം ഏകദാതു രാജർഷി ദേവർഷി വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുതമാസീന അഭിവാദ്യേതമബ്രവീൽ. ഇവിടെ ഗോപാലനാരബസിൽ രാജർഷി എന്നാണ് അവിടെ അതിൽ ദേവർഷി എന്നാണ്. ദേവർഷി അതായത് നാരദനെ എന്ന് പറയും. ഇവിടെ രാജർഷി വസുദേവന്റെ വിശേഷണമായിട്ടാണ് ഇവിടെ. അത് രാജർഷിയായിട്ടുള്ള വസുദേവൻ തൻ്റെ ഗൃഹത്തിൽ വന്നിട്ടുള്ള അർച്ചിതം സുഖമാസീനം അദ്ദേഹത്തിനെ വന്ന് വേണ്ട രീതിയിൽ സ്വീകരിച്ച് ഇരുത്തിയിട്ട് അദ്ദേഹത്തിനെ അവിടെ അഭിവാദ്യേതം അബ്രവീൽ, അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വസുദേവൻ. എന്താണ്? ഭഗവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോ ഉത്തമ ശ്ലോകവർമ്മനാം. എന്താണ്? അങ്ങേമാരുള്ള ആൾക്കാരുടെ
യാത്ര, ഈ ഇതിലെ ഓരോ ഇതിലുള്ള സഞ്ചാരം എന്തിനു വേണ്ടിയിട്ടാണ്? സർവ്വദേഹിനാം സ്വസ്ഥയെ, പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവന്മാരുടെയും സ്വസ്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സഞ്ചരിക്കുന്നത്. ഏതുമാതിരി യഥാ പിത്രോ, അതിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് അതിൽ അച്ഛനമ്മമാരെ എങ്ങനെ ചെയ്യും? തൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവരങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അതുമാതിരി കൃപണാനം, അതുമാതിരി ഒന്നുമില്ലാത്ത ദുഃഖിതന്മാരായിട്ടുള്ള സകല ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, സുഖത്തിന് വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഈ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉത്തമ ശ്ലോകവർത്തമനം, ഉത്തമ ശ്ലോകന്മാരായിട്ടുള്ള, അതായത് ഉത്തമ ശ്ലോകൻ്റെ അതിനെ ഭജിക്കുന്നവരായിട്ടുള്ളവരുടെ അതില്ലേ അവരുടെ എല്ലാ ഗുണങ്ങളും എല്ലാ പ്രവൃത്തികളും ഈ രീതിയിലാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ വേണ്ടിയും മറ്റുള്ളവരുടെ സ്വസ്തിക്കും വേണ്ടിയിട്ടാണെന്നാണ് വസുദേവൻ പറയുന്നത്. ഭൂതാനം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനം ത്വാദൃശാം അച്യുതാത്മനം. ദേവചരിതം ദുഃഖായ ച സുഖായ ച, ഭൂതങ്ങളുടെ, അതായത് സാധാരണ ജീവികളുണ്ടല്ലോ, അവരെല്ലാവരും എങ്ങനെയാണ് ദേവന്മാരെ ആശ്രയിക്കും. ആ ദേവന്മാരുടെ ആശ്രയം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദുഃഖമായിട്ടും സുഖമായിട്ടും വരും. അതായത് നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു വെച്ചാൽ അതിന് ഫലമായിട്ട് സുഖം തരും ദേവന്മാർ. അതുമാതിരി എന്തെങ്കിലും ചീത്ത പ്രവൃത്തികൾ ചെയ്താൽ ദുഃഖം തരാനും, ഇത് രണ്ടും ദേവന്മാരെ ആശ്രയിച്ചാൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ത്വാദൃശാം അച്യുതാത്മനം, അങ്ങേ മാതിരിയുള്ള ആ ഭഗവത് ഭക്തന്മാർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖായ ഹി, അത് അതിൽ അങ്ങേമാരുള്ള ഭഗവത് ഭക്തന്മാരെ അല്ലെങ്കിൽ അച്യുതാത്മാക്കളായിട്ടുള്ള അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതെപ്പോഴും എല്ലാവരുടെയും സുഖത്തിനായിക്കൊണ്ട് മാത്രമേ വരൂ. ആത്യന്തികമായിട്ടുള്ള ദുഃഖശാന്തിക്കായിക്കൊണ്ടേ അങ്ങനെ ഭഗവാന്മാരുമായിട്ടുള്ള ആ ബന്ധം വരൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അജിന്തിയേ യഥാ ദേവൻ ദേവ അഭിതൈവൻ ഛായേവ കർമ്മസജീവ സാധവോ ദീനവത്സലാം. എന്താണ് ഈ ദേവന്മാരെ ഭജിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞില്ലേ? നേരത്തെ പറഞ്ഞ മാതിരി നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തു വെച്ചാൽ അവർക്ക് ഇഷ്ടമായി തീരും. നമ്മുടെ കർമ്മത്തിന് അധീനമായിക്കൊണ്ടാണ് അവരുടെ ഈ കർമ്മ സജീവന്മാരാണ് അവർ. അതിനെ നോക്കിക്കൊണ്ടാണ് അവർ നമ്മൾ ചെയ്യുന്ന പ്രത്യുപകാരങ്ങളും. ഗുണത്തിനനുസരിച്ച് സുഖം തരും, ദുഃഖത്തിനനുസരിച്ച് ദുഃഖവും തരും. എന്നാലോ സാധവ ദീനവത്സല, സാധുക്കളായിട്ടുള്ള ആൾക്കാരെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ദീനന്മാരിലെ വാത്സല്യമുള്ള ആൾക്കാരാണെന്ന് പറയുകയാണ്. അവരെങ്ങനെ ഇതിൽ എന്താണ് ഛായ ഇവ, അതായത് ഈ വൃക്ഷങ്ങളുടെ നിഴലുമാരിയാണ് ദേവന്മാർ. അത് വൃക്ഷങ്ങളുടെ അടിയിൽ ചെന്ന് ഇരുന്നു വെച്ചാൽ നിഴൽ കിട്ടും, ദൂരെ പുറത്തു പോയി കഴിഞ്ഞാൽ കിട്ടില്ല. നേരെ വെച്ചാൽ സജ്ജനങ്ങൾ അങ്ങനെയല്ല, എല്ലാ ദിക്കിലും ആ കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും സജ്ജനങ്ങളെന്ന് പറയുകയാണ്. ബ്രഹ്മം തഥാ വിപൃച്ഛാമോ ധർമ്മൻ ഭാഗവതം സ്തവ യാം ശ്രുത്വാ ശ്രദ്ധയാമർത്യോ മുച്യതേ സർവതോഭയാൽ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഗൃഹത്തിൽ വന്നിട്ടുണ്ട്. അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, എന്താണ് തഥാപി പൃച്ഛാമ ധർമ്മൻ ഭാഗവത ധർമ്മങ്ങൾ എന്താണെന്നുള്ളത് അങ്ങ് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം. യാം ശ്രുത്വാ ശ്രദ്ധയാമർത്യോ, അത് ആര് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുവോ ആ മർത്യന്മാര് മുച്യതേ, എല്ലാ ഭയങ്ങളിൽ നിന്നും അവര് മോചിപ്പിക്കപ്പെടുന്നു. അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം അപൂജയം നമോക്ഷായ മോഹിതോ ദേവമായയാ. പണ്ടിങ്ങനെ ആ തീർത്ഥയാത്ര സമയത്ത് ഇതേമാതിരി വസുദേവൻ നാരദനോട് ചോദിക്കണ്ടായി, എന്ത് ആ കർമ്മനിർഹാരം എങ്ങനെ ഉണ്ടാവുകയെന്ന്. അന്ന് നാരദ മഹർഷി ഒന്നിനെ പുഞ്ചിരിച്ചുകൊണ്ടും പറയണ്ടായി, നോക്കൂ ഭഗവാനെ പുത്രനായിട്ട് ലഭിച്ചിട്ട് അങ്ങ് എന്നോട് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നത്. അത് വേണ്ടി ഇനി ചോദിക്കാതിരിക്കാൻ വേണ്ടി ഒരു മുൻകൂർ ദുമാരിയാണ് പറഞ്ഞത്. അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം, ഞാൻ പണ്ട് മുക്തിതനായിട്ടുള്ള അനന്തനെ ഭഗവാനെ ഭജിച്ചു ചെന്താണ്ടാവുക, മോക്ഷം തരും ഭഗവാൻ. അങ്ങനെ കഴിവുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെ ഞാൻ പണ്ട് ഭഗവാനെ ഭജിച്ചതിൻ്റെ പക്ഷേ എന്തിനാണ്? അത് മോക്ഷത്തിന് വേണ്ടിയിട്ടില്ല. പിന്നെയോ ന മോക്ഷായ മോഹിതോ ദേവമാ പ്രജാർത്ഥോ, ഇതില്ലേ, അതായത് എന്തിനു വേണ്ടിയാണ് ഞാൻ ഭഗവാനെ ഭജിച്ചത്? ഈ സന്തതികളെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല ഭഗവാന് തുല്യനായിട്ടുള്ള പുത്രൻ തനിക്ക് ഉണ്ടാവണം എന്നുള്ള അർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പണ്ട് ഭജിക്കേണ്ടായത്. അല്ലാണ്ട് മോക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഭജിക്കേണ്ടായില്ല. കാരണം മോഹിതോ ദേവമായയാ, ഭഗവാന്റെ മായാശക്തിയിൽ മോഹിച്ചുകൊണ്ട് തന്നെയാണ്, മോഹിക്കപ്പെട്ടവനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. യഥാ വിചിത്രവ്യസനാൽ ഭവദ്ഭിർവിശ്വതോഭയൽ മുച്യേമ ഹ്യഞ്ജസൈവാദ്ധ തഥാ ന ശാധിസുവ്രത. ഇങ്ങനെയുള്ള വിചിത്ര വ്യസനം, നാനാവിധ ദുഃഖങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ ദിക്കിൽ നിന്നും ഭയം മാത്രമുള്ളതായിട്ടുള്ള ഈ ലോകത്തിനെ അഞ്ജസ അർദ്ധ
പ്രയാസം കൂടാതെ പരമാർത്ഥമായിട്ട് ഏത് വിധമായാൽ ഞങ്ങൾ മോചിക്കപ്പെടുമോ ആ ഇതുണ്ടല്ലോ സുവ്രത ദീനന്മാരെ രക്ഷിക്കുന്ന വ്രതത്തോടു കൂടിയായിട്ടുള്ള ഭഗവാനെ നാരദ മഹർഷിത്വം തഥാ ന ശാധി അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതായത് എളുപ്പത്തിൽ ഈ ദുഃഖത്തിൽ നിന്ന് വലിയ ദുഃഖം മാത്രം നൽകുന്ന പേടി മാത്രം നൽകുന്ന ഈ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ മോചിപ്പിക്കപ്പെടും അതിനുള്ള മാർഗം അത് ഭാഗവധർമ്മങ്ങളാണ്, അത് പറഞ്ഞു തരണം എന്നാണ് വസുദേവൻ നാരദനോട് പറയുന്നത്. ശ്രീശുകോവാച രാജന്നേവം കൃതപ്രശ്നോ വസുദേവേന ധീമതാ പ്രീത തമാഹദേവർഷി ഹരേ സംസ്മാരിതോ ഗുണൈ. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഇങ്ങനെ വസുദേവൻ ധീമത എന്നാണ് നല്ല ബുദ്ധിമാനായിട്ടുള്ള ആ വസുദേവനാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ട എങ്ങനെ ഹരേ സംസ്മാരിതോ ഗുണ. ഈ ചോദ്യങ്ങൾ കേട്ടപ്പോഴേക്കും ഭാഗവധർമ്മങ്ങൾ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭഗവാനെ ഓർമ്മ വന്നു. അതാണ് ഹരേ ഭഗവാന്റെ ഗുണങ്ങളാണ് ഓർമ്മ വന്ന് സ്മരിപ്പിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷത്തോടുകൂടി ദേവർഷി നാരദൻ മറുപടി പറയുകയാണ്. നാരദോവാച സമ്യകേതൽ വ്യവസിതം ഭവതാ സത്വദർശവ യത് പൃച്ഛസേ ഭാഗവതൻ ധർമാം സ്വം വിശ്വഭാവനൻ. നാരദമഹർഷി പറയാണ്, ഹേ സാത്വദർശവ, അതിൽ ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് അങ്ങയാൽ ഈ എത്രയും നന്നായിട്ട് ഈ ഉത്സാഹത്തോടു കൂടി എന്നോട് ചോദിച്ചില്ലേ, അത് വളരെ നന്നായി എന്ന് പറയാണ്. എന്താണ് വിശ്വഭാവനാൻ ഭാഗവതാൻ ധർമാൻ ത്വം പൃച്ഛസ. അതായത് ലോകത്തിലെ എല്ലാവരെയും ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ആ ഭാഗവധർമ്മങ്ങളെയാണ് അങ്ങ് എന്നോട് പറയാൻ വേണ്ടി ചോദിച്ചത്. ശ്രുതോ അനുപഠിതോ ധ്യാത ആദൃതോ വാനുമോദിത സദ്യ പുനാതി സദ്ധർമ്മോ ദേവ വിശ്വദ്രുഹോഭിഹി. ആരാൽ ഈ ഭാഗവതർമ്മങ്ങൾ ഇതിന് മഹത്വങ്ങൾ പറയുകയാണ്. ശ്രുത കേൾക്കപ്പെടുകയോ അല്ലെങ്കിൽ അനുപഠിതോ ഉച്ചരിക്കപ്പെടുകയോ ധ്യാനിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ അനുമോദിത സന്തോഷിക്കപ്പെടുകയോ ചെയ്താൽ തന്നെ സത്തായിട്ടുള്ള ഈ ധർമ്മം വിശ്വദ്രുഹി ദേവന്മാർക്ക് അതുമാതിരി ലോകത്തിനും വലിയ ഉപദ്രവം മാത്രം ചെയ്യുന്ന ദ്രോഹിക്കുന്നവരെ കൂടിയിട്ടുണ്ടല്ലോ സദ്യ പുനാദി അവരെ കൂടി പരിശുദ്ധന്മാരാക്കി തീർക്കാനുള്ള കഴിവ് ഈ ധർമ്മങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുകയാണ്. അതാണ് അതിൻ്റെ ഇത്ര മഹത്വം. ത്വയാ പരമകല്യാണ പുണ്യശ്രവണ കീർത്തന സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമ. അങ്ങ് ഈ ത്വയാ അങ്ങയാൽ ഇപ്പോൾ ഞാനുണ്ടല്ലോ എങ്ങനെയാണ് എനിക്ക് പരമകല്യാണ ഗുണങ്ങളോട് കൂടിയുള്ള അതിശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയവനായിട്ടുള്ള അതുമാതിരി പുണ്യശ്രവണ കീർത്തന പുണ്യത്തെ ഉണ്ടാക്കി തീർക്കുന്ന കീർത്തനത്തെയും ശ്രവണത്തോടും കൂടിയിട്ടുള്ള ആ നരന്മാരുടെ സമൂഹത്തിലെ അന്തര്യാമിയായിട്ട് വസിക്കുന്ന നാരായണനെ ഇതില്ലേ ഇങ്ങനെ നരന്മാരിലെ ഏറ്റവും ഇതിലെ അയനായിട്ടുള്ള നാരായണനെ ഇതുകൊണ്ടുള്ള അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്നുകൂടി പേരുള്ള 6 ഗുണങ്ങൾ തിരഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് എനിക്ക് ആ ഭഗവാനെ സ്മരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങയുടെ ഈ ചോദ്യം കാരണം തന്നെ പറയുകയാണ്. അത്ര വിശിഷ്ടമാണ് ഈ ഭാഗവതർമ്മങ്ങളെ പറ്റിയുള്ള ചോദ്യം എന്ന് പറയുകയാണ്. അത് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. അത് എങ്ങനെ ഒരു കഥയിൽ കൂടെ പറഞ്ഞു തരാം. അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം ആർഷഭാണം ച സംവാദം വിദേഹസ്യ മഹാത്മനാ. ഇതിൻ്റെ ഉത്തരം ഉണ്ടല്ലോ ഞാൻ ഒരു കഥയിൽ കൂടെ പറഞ്ഞു തരാം. എന്താണ് പണ്ട് ഋഷഭദേവന്റെ പുത്രന്മാരായിട്ടുള്ള നവയോഗികളും അതുമാതിരി വിദേഹസ്യ മഹാത്മാവായിട്ടുള്ള മിഥില രാജാവായിട്ടുള്ള നിമി ചക്രവർത്തിക്കും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സംവാദം ഉണ്ടായി. അത് ഞാൻ അങ്ങേക്ക് പണ്ടുണ്ടായിട്ടുള്ളതാണ്. അത് ഞാൻ അങ്ങേക്ക് കേൾപ്പിച്ചു തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് ഈ കഥയിലേക്ക് കിടക്കുകയാണ്. പ്രിയമൃതോ നാമസുതോ മനോ സ്വയംഭുവസ്യ തസ്യ അഗ്നിദ്ര തതോ നാഭി ഋഷഭ തൽസുതസ്മൃതാ. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് സ്വയംഭൂമനുവിൻ്റെ പുത്രന്മാരിൽ മൂത്ത ആളാണ് പ്രിയവ്രതൻ. ആ പ്രിയവ്രതൻ്റെ പുത്രനായിരുന്നു അഗ്നിദ്രൻ്റെ പുത്രനാണ് നാഭി. ആ നാഭിയുടെ പുത്രനായിട്ട് ഭഗവാൻ തന്നെ ഋഷഭദേവനായിട്ട് അവതരിക്കേണ്ടായി. തമാഹു വാസുദേവാംശം മോക്ഷധർമ്മ വിവക്ഷയാ അവതീർണം സുതശതം തസ്യാസീൽ ബ്രഹ്മപാരകം. അദ്ദേഹത്തിന് ഈ ഭഗവാന്റെ അവതാരമായിട്ട് പറയുന്നത് എങ്ങനെയാണ്? മോക്ഷധർമ്മ വിവക്ഷ. എല്ലാവർക്കും ആ മോക്ഷധർമ്മം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവതരിച്ചത്. അങ്ങനെയുള്ള വാസുദേവ അംശം തന്നെ ആണെന്ന് അദ്ദേഹം പറയപ്പെടുന്നു. ആ വേദത്തിൻ്റെ കരകണ്ടവരായിട്ടുള്ളതിൽ അതായിട്ടുള്ള എങ്ങനെയാണ് ബ്രഹ്മപാരകം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ 100 പുത്രന്മാരുണ്ടായി. അവരെല്ലാവരും ഇങ്ങനെ
ഈ ബ്രഹ്മപാരകം, അതായത് ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കിയിട്ടുള്ള ശ്രേഷ്ഠന്മാരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഓരോ പുത്രന്മാരെന്ന് പറയുകയാണ്. അതിൽ തേഷാം തു ഭരതോ ജ്യേഷ്ഠോ നാരായണപരായണ വിഖ്യാതം വർഷമേതയ്യ നാംനാ ഭാരതമദ്ഭുതം. ഈ 100 പുത്രന്മാരിലെ ജ്യേഷ്ഠനായിട്ട് ആയിരുന്നു ഭരതൻ. ആ ഭരതൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണപരായണ, ജനിച്ച കാര്യത്തിൽ ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പേര് കാരണം എന്തുണ്ടായി, ഈ അജനാഭ വർഷം എന്നായിരുന്നു അതുവരെ ഈ രാജ്യത്തിന് പേര്. ഈ ഭരതൻ്റെ രാജ്യഭാരത്തിന് ശേഷം ഭാരതം എന്നുള്ള പേര് വന്നു ഇതിനെന്ന് പറയുകയാണ്. സ ഭുക്തഭോഗം ത്യക്തേമാം നിർഗതസ്തപസാഹരിം ഉപാസീന തൽപദവിം ലേവേ വൈ ജന്മഭിത്രിഭി. ആ ഭരതൻ ആ ഭുക്തഭോഗം ഇമം വളരെയധികം സന്തോഷത്തോടുകൂടി ഭുജിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, അതിലുള്ള ആ ആഗ്രഹങ്ങളൊക്കെ ത്യജിച്ചിട്ട് തെക്കുക നിർഗത വേഗം പുറപ്പെട്ടു പോയിട്ട് തപസാ ഹരിം ഉപാസന കാട്ടിൽ തപസ് ചെയ്ത് ഭഗവാനെ തന്നെ സേവിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ത്രിഭിജന്മവി 3 ജന്മം കൊണ്ട് തത് പദവിയും വിഷ്ണു സായുജ്യത്തെ ലഭിച്ചു. അതെന്താണ്, ആ ഭരതൻ കാട്ടിൽ പോയി അങ്ങനെ തപസ് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു മാൻകുട്ടിയെ കണ്ട്, പഞ്ചമസ്കന്ധത്തിൽ വിസ്തരിച്ച് പറയാതെ ഒരു മാൻകുട്ടിയെ കണ്ടു. അതിനോടുള്ള ആ ചെറിയൊരു ഇഷ്ടം അത് വലിയതായിട്ട് അയാളുടെ മുഴുകിയിട്ട് എന്തിനായി മാനിനെ തന്നെ ചിന്തിച്ച് പിന്നത്തെ ജന്മം ഒരു മാനായി ജനിച്ചു. പക്ഷെ ഭാഗ്യം കൊണ്ട് ആ ഭഗവത് സ്മൃതി അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നത്തെ ജന്മത്തിൽ ആ പ്രാരബ്ധം കൊണ്ട് ആ മാൻപൻ ജന്മം കഴിച്ചു കൂട്ടിയിട്ട് പിന്നത്തെ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചത്. ആ സമയത്ത് ഇനി താൻ ആരുമായിട്ടും ബന്ധം ഉണ്ടാവില്ല, സംസാരികമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം ജഡനും മൂകനുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. അതുകൊണ്ടാണ് ജഡഭരതൻ അദ്ദേഹത്തിന് പേര് വന്നു. ആ ജന്മത്ത് കൂടി രഘുഗണനെ തത്വോപദേശം ചെയ്തതിന് ശേഷം അദ്ദേഹം ഭഗവാനെ പ്രാപിക്കുകയും ചെയ്തു. അതാണ് ത്രിഭി ജന്മഭി 3 ജന്മം കൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു എന്ന് പറയുന്നത്. ആ ഭരതനായിരുന്നു ജ്യേഷ്ഠൻ. പിന്നെയോ ബാക്കിയുള്ള സഹോദരന്മാരിൽ തേഷാം നവദ്വീപപതയോസ്യ സമം തഥ കർമ്മതന്ത്ര പ്രണേതാര ഏകാശീരി ദ്വിജാതയാ. പിന്നെ ഒരു 9 പേര് എങ്ങനെ ഉണ്ടായി, ഈ ഭാരതത്തിൻ്റെ ചുറ്റുമുള്ള ചില ഇതുണ്ട്, എന്താണ് ദ്വീപുകൾ, അതിന് അധിപന്മാരായിട്ട് ഭവിച്ചു വരും. കുശാവർത്തം, ഇളാവർത്തം, ബ്രഹ്മാവർത്തം, മലയം, കേതു, ഭദ്രസേനം, ഇന്ദ്രസ്പൃക്, വിദർഭം, കീകട, ഇങ്ങനെയുള്ള 9 ദ്വീപുകളുടെ അധിപന്മാരായിട്ട് 9 പേരായി. അപ്പോൾ 9 1 10ആയി. പിന്നെയോ 81 പേര് എങ്ങനെയുണ്ടായി, ഏകാശീതി കർമ്മതന്ത്ര പ്രണേതാര, കർമ്മമാർഗത്തെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ദ്വിജാതയ, ബ്രാഹ്മണരായിട്ട് മാറി അവരെന്ന് പറയുകയാണ്. അപ്പോൾ കർമ്മം കൊണ്ടും ഗുണം കൊണ്ടും ഒക്കെ ബ്രാഹ്മണനാവാൻ, ജന്മം കൊണ്ട് മാത്രമല്ല എന്ന് അന്ന് തന്നെ ബോധ്യമായിട്ടുണ്ട്. അതാണ് ബ്രാഹ്മണരായിട്ട് മാറി അവരെല്ലാവരും. പിന്നെയോ ഇനി 9 പേരുണ്ട്. അവരാണ് നവാഭവൻ മഹാഭാഗ മുനയോ ഹ്യർത്ഥശംസിന ശ്രമണ വാദരസന ആത്മവിദ്യാവിശാരദ. ആ ബാക്കിയുള്ള 9 പേര് ഭാഗ്യവാന്മാരാണ്. ആ മുനയ മനനശീലന്മാരാണ്. ശ്രമണ ആത്മവിദ്യയിൽ എപ്പോഴും പരിശ്രമിക്കുന്നു കൊണ്ടുന്ന ആൾക്കാരാണ്. വാദരസന വസ്ത്രാദികളിൽ മനസ്സിലെത്താണ്ട് എന്താ കിട്ടിയത് വെച്ചാൽ അങ്ങനെ അതിൽ ചിലപ്പോൾ കാറ്റ് മരവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും മൃഗങ്ങളുടെ തോലോ ഇലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ധരിച്ചുകൊള്ളു. അത് വേഷത്തിലൊന്നും അത്ര ഇതുണ്ടായില്ല, കമ്പുണ്ടായിരുന്നു പറയാണ്, ഉണ്ടായിരുന്നില്ല. മറിച്ചോ ആത്മവിദ്യാവിശാരദ, ആത്മവിദ്യയിൽ നിപുണന്മാരായിരുന്നു. എന്നാലും അതിൽ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതങ്ങനെ വീണ്ടും കേട്ടോ അർത്ഥശംസിന, പരമാത്മാവിനെ പറ്റി ഇങ്ങനെ പറയുന്നവരെ അതിങ്ങനെ പഠിക്കുക, വീണ്ടും പറയുക. അവരുടെ ഏത് ഇതിലും എങ്ങനെയാണ് എപ്പോഴും ഭഗവാനെ പറ്റിയ ചിന്ത മാത്രമേ ഉള്ളൂ, അവരുടെ വാക്കിൽ എപ്പോഴും ഭഗവാനെ പറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള 9 പേരായിട്ട് ആയിരുന്നു അഭവൻ ഉണ്ടായിരുന്നു പറയാണ്. അതിൽ ഒരു പേരുകളാണ് കവിർ ഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോദ്രുമില ചമസ കരഭാജന. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇങ്ങനെയാണ് ഈ 9 ആത്മജ്ഞാനികളുടെ പേരുകൾ. ഭഗവത് രൂപം വിശ്വം സദസദാത്മകം ആത്മനോ വ്യതിരേകേണ പശ്യന്തോ വ്യജരൻ മഹിം. അവര് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഭഗവത് രൂപമായിട്ട് എങ്ങനെയാണ് സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും കാണുന്ന അതല്ലേ സദസദാത്മകം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല, എല്ലാം ഭഗവാനാണെന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് അങ്ങനെ പ്രപഞ്ചത്തിനെ മുഴുവൻ ഈശ്വര സ്വരൂപത്തിൽ അങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയാണ്. അവ്യാഹതിഷ്ടഗതയസുരസിദ്ധ സാധ്യ ഗന്ധർവയക്ഷ നര കിന്നര നാഗലോകാൻ മുക്താശ്ചരന്തി
മുനിചാരണഭൂതനാഥ വിദ്യാധരദ്വിജഗവം ഭുവനാനി കാമം. അവരെങ്ങനെയാണ് അവ്യാഹത അതായത് എവിടെയും തടസ്സമില്ലാത്ത അവർക്ക് എവിടെയും വേണ്ടത് ഇഷ്ടസഞ്ചാരത്തോടു കൂടിയിട്ട് അവരങ്ങനെ പോവും. എവിടേക്ക്? സുരസിദ്ധ സാധ്യ ഗന്ധർവ യക്ഷ നര കിന്നര നാഗലോകാൻ. ദേവന്മാര്, സിദ്ധന്മാര്, സാധ്യന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, മനുഷ്യര്, കിന്നരന്മാര്, സർപ്പങ്ങൾ, ഇവരൊക്കെ ലോകത്തിൽ പോവും. ഇത് മാത്രമല്ല മുനിചാരണ ഭൂതനാഥ വിദ്യാധര ദ്വിജഗവാം ഋഷിമാര്, ചാരണന്മാരെ, ഭൂതാധിപതികളെ, വിദ്യാധരന്മാരെ, പക്ഷികളെ, പശുക്കളെ, ഇവരെയൊക്കെ ഭുവനാനി, ഈ ലോകങ്ങളെയൊക്കെ മുക്ത ഒന്നിലും ആസക്തിയില്ലാണ്ടായിട്ട് മുക്തന്മാരായിട്ട് കാമം ചരന്തി യഥേഷ്ടം അവർക്ക് തോന്നിയ മാതിരി എങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയാണ്. ഏകദാ നിമേ സത്രം ഉപജഗ്മു യദൃച്ഛയാ വിദായമാനം ഋഷിഭി അജനാഭേ മഹാത്മനാ. അവര് ഒരു ദിവസം ഈ നിമി ചക്രവർത്തി മഹത്തായിട്ടുള്ള ഒരു സത്രം നടത്തി കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ അജനാഭത്തില്, ഈ ഭാരതവർഷത്തില്. അവിടെ അങ്ങനെ മഹർഷിമാർ ധാരാളം ഉണ്ട് ആ യാഗശാലയിൽ. അങ്ങനെ ഇതിൽ അവിടെ ആ യാഗശാലയിലേക്ക് ഇവരങ്ങോട്ട് പ്രവേശിച്ചു എന്ന് പറയാണ്. ആരാണ് ഈ നിമി ചക്രവർത്തി? നോമസ്കന്ധത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇല്ലേ, വിശാരദന്മാരാണ് ഈ നിമി ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കടഞ്ഞെടുത്തിട്ടാണ് മിഥിലൻ അല്ലെങ്കിൽ വിദേഹൻ, ജനകൻ എന്നൊക്കെ പറഞ്ഞുള്ള പേരിലാണ് ഈ മിഥിലാ രാജ്യത്തിലുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും പേര്. അപ്പൊ അവരൊക്കെ വിദേഹന്മാരായിരുന്നു. അതായത് ദേഹം ധരിച്ചുകൊണ്ടുണ്ടെങ്കിൽ കൂടിയിട്ട് വിദേഹന്മാര് ദേഹത്തിലുള്ള ഇതിൽ ഒരു ഭാവം ഒട്ടും താൻ ദേഹമാണെന്നുള്ള ഭാവം അവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ എല്ലാവരും ഇതിൽ പല ദിക്കിലും കാണാം ജനകനെ കർമ്മയോഗിയായിട്ട് ജനകൻ. ഈ കുടുംബത്തിലുള്ള എല്ലാവരും വിശാരദന്മാരായിരുന്നു പറയണത്. അപ്പോൾ പിന്നെ ഇദ്ദേഹം പറയാൻ തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള ആ നിമി ചക്രവർത്തി നടത്തുന്ന ആ സത്രത്തിലെ സദസ്സിലേക്കാണ് ഈ നവയോഗികൾ അങ്ങോട്ട് കയറി വരണത്. അവരെ അപ്പോഴോ താൻ ദൃഷ്ട്വാ സൂര്യസങ്കാശൻ മഹാഭാഗവതൻ നൃപ യജമാനോ അഗ്നയോ വിപ്രാ സർവേവോപതസ്ഥിരേ. അങ്ങനെ സൂര്യന് തുല്യം പ്രകാശത്തോടു കൂടിയിട്ടുള്ള ഈ മഹാഭാഗവതന്മാരായിട്ടുള്ള ഈ നവയോഗികളെയുണ്ട് കണ്ടിട്ട് യജമാനായിട്ടുള്ള നിമി ചക്രവർത്തിയും ഇതിൽ യാഗം നടത്തുന്നതിലുള്ള അഗ്നികളും ഋത്വിക്കളായിട്ടുള്ള ബ്രാഹ്മണന്മാരും സദസ്സിലുള്ള എല്ലാവരും കൂടി തന്നെ ഒരുമിച്ച് അങ്ങോട്ട് എണീറ്റ് നിന്ന് അവരെ വന്ദിച്ച് സ്വീകരിച്ചു കൊണ്ടുവന്നു. വിദേഹസ്ഥാനഭിപ്രേത്യ നാരായണപരായണൻ പ്രീത സംഭൂജയഞ്ചക്രേ ആസനസ്തന്യധാർഹത. നിമി ചക്രവർത്തി എന്ത് ചെയ്തു? അവർ സാക്ഷാൽ ഭഗവത് ഭക്തന്മാരാണ്, നാരായണപരന്മാരാണ്, ഭഗവാനെ പരമാശ്രയമായിട്ട് കരുതിയിരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ആസനത്തിൽ ഇരുത്തിയിട്ട് യഥാ അർഹത യോഗ്യതയ്ക്കനുസരിച്ച് വേണ്ട സംഭൂജയാഞ്ചക്രേ അവരെ സാദരം പൂജിച്ചു. താൻ രോചമാനൻ സ്വരുജ ബ്രഹ്മപുത്രോപമന്നവ അപ്രച്ഛ പരമപ്രീത പ്രശ്രയാവനതോ നൃപാ. താൻ രോചമാനാൻ സ്വരുച അവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ ആ സ്വന്തം കാന്തി കൊണ്ട് ആ യാഗശാല മുഴുവൻ എല്ലാ ദിക്കിലും പ്രകാശിപ്പിച്ചിരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ബ്രഹ്മപുത്രോപമന്നവ സാക്ഷാൽ ബ്രഹ്മപുത്രന്മാരായുള്ള സനകാദികളുണ്ടല്ലോ അവരെമാരി ശോഭിക്കുന്നവരായിരുന്നു ഇവർ ഈ 9 പേരും. വന്നിട്ടോ അവരവിടെയുള്ള സന്തോഷ പരമപ്രീത പ്രശ്രയാവനതോ നൃപ അവരോടുള്ള കണ്ടയിലുള്ള സന്തോഷം കൊണ്ടും അവരോടുള്ള ഭക്തി കൊണ്ട് തല കുമ്പിട്ട് വിനയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് ആ രാജാവ് അദ്ദേഹത്തിനോട് ഇവരോട് ചോദിക്കുകയാണ്. എന്ത്? വിദേഹ ഉവാച മന്യേ ഭഗവത സാക്ഷാൽ പാർഷദൻ ഗോ മധുദ്വിഷ വിഷ്ണോർഭൂതാനി ലോകാനം പാവനായ ചരന്തി. വിദേഹ അതായത് നിമി ചക്രവർത്തി ചോദിക്കുകയാണ് അവരോട്, നോക്കൂ എനിക്ക് മനസ്സിലായി, അതായത് സാക്ഷാൽ മധുകൈടവന്മാരെ സംഹരിച്ചിട്ടുള്ള ആ ഭഗവാന്റെ പാർഷദന്മാരാണ് ഭവാന്മാരെന്ന് എനിക്ക് ബോധ്യമായി. എങ്ങനെയാണ്? ലോകാനാം പാവനായ ലോകത്തിൻ്റെ ലോകത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭഗവാന്റെ ആ സംബന്ധികളായിട്ടുള്ള എല്ലാ ഭക്തന്മാരും അവരിങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്ന് പ്രസിദ്ധമാണെന്നുള്ളതാണോ. അതുകൊണ്ട് ഭക്തന്മാരാണ് ഭവാന്മാരെന്ന് എനിക്ക് മനസ്സിലായി. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. ഒരു ജീവന്
മനുഷ്യജന്മം ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ദുർലഭമായിട്ടാണ്. അല്ല, ഒരു ജന്മം കിട്ടുക തന്നെ ദുർലഭം, അതിൽ മനുഷ്യജന്മം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദുർലഭമാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ടോ എങ്ങനെ ക്ഷണഭങ്കുര, ക്ഷണത്തിൽ നശിക്കുന്നതാണ് ഏത് ജീവനും. എപ്പോഴാണ് ഉണ്ടായത്, എപ്പോഴാണ് ഈ ശരീരം നശിക്കുക എന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ മനുഷ്യ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞിട്ട് അതിലും വെച്ച് ദുർലഭമായിട്ടുള്ള എന്താണ് വൈകുണ്ഠ പ്രിയ ദർശനം, ഭഗവത് ഭക്തന്മാരെ കാണുക എന്നുള്ളതുണ്ടല്ലോ, അതിലും ദുർലഭമായിട്ടാണ്. അത് കിട്ടി കഴിഞ്ഞാലോ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് അത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ അനഘ സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗ സേവതിർനൃണം. അതുകൊണ്ട് വളരെയധികം ഭാഗ്യം കൊണ്ട് ഈ സംസാരത്തിൽ കിട്ടിയിട്ടുള്ള ഈ സത്സംഗം എന്നുള്ളതുണ്ടല്ലോ, ഈ സത്തുക്കളായിട്ടുള്ള സംഗമം, ക്ഷണാർദ്ധോപി ഒരു മുഹൂർത്തത്തിൻ്റെ പകുതിയാണെങ്കിൽ കൂടിയിട്ട് സേവതിർനൃണം, ഒരു മനുഷ്യന്മാർക്ക് ഒരു വലിയ നിധി കിട്ടിയ മാതിരിയാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് അനഘന്മാരായിട്ടുള്ള ഭവാന്മാരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ക്ഷേമം പൃച്ഛാമോ, എന്താണ് ഒരു കാര്യം, എന്താണ് ആത്യന്തികം ക്ഷേമം, ആത്യന്തികമായിട്ടുള്ള, അതായത് ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പരമാനന്ദം എന്നുള്ളത് അതിൽ ലഭിക്കുമോ, അതെന്താണെന്ന് ഭഗവാന്മാരോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കണു. പറയണത് ഇദ്ദേഹം ധർമ്മൻ ഭാഗവതൻ ബ്രൂത യതിന ശ്രുതയേക്ഷമം യൈ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനം അപ്യജ. ആ ഭാഗവതധർമ്മങ്ങളെ ഭഗവാന്മാർ എനിക്ക് പറഞ്ഞു തരണം. യതിന ശ്രുതയേ ക്ഷമം, ഞങ്ങൾ അത് കേൾക്കാൻ യോഗ്യന്മാരാണെങ്കിൽ എന്നാണ് പറയുന്നത്. യൈ പ്രസന്ന, ആ ഭാഗവധർമ്മങ്ങളെ ആചരിക്കുന്നവരെ പ്രസന്നനായിട്ടുള്ള ഭഗവാൻ തന്നിൽ പ്രപന്നന്മാരായിട്ടുള്ള അവർക്ക് എന്ത് ചെയ്യും, ദാസ്യതി ആത്മാനം അഭി, ആ തന്നെ ഭഗവാൻ അജനായിട്ടുള്ള ഭഗവാൻ, ഒരിക്കലും ജന്മമില്ലാത്ത ആ ഭഗവാൻ തന്നെ അവർക്ക് കൊടുക്കും, ഈ ഭാഗവധർമ്മങ്ങളെ ആചരിക്കുന്നവന് എന്ന് പറയുകയാണ്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരണേ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. നാരദ ഉവാച ഏവം തേ നിമിനാ പൃഷ്ട വസുദേവ മഹത്തമ പ്രതിപൂജ്യ ഭ്രുവൻ പ്രീത്യ സദസ്യർദ്വിജനൃപം. നാരദ മഹർഷി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ നിമി ചക്രവർത്തി ചോദിച്ച സമയത്ത്, ഹേ വസുദേവ, ആ മഹത്തമന്മാരായിട്ടുള്ള നവയോഗികളെ സന്തോഷത്തോടുകൂടി ആ പ്രതിപൂജ്യ അദ്ദേഹത്തിനെ തിരിച്ചും അത് വേണ്ട രീതിയിൽ ബഹുമാനിച്ച് പൂജിച്ചിട്ട് എന്ത് ചെയ്തു, സദസ്യർദ്വിജനൃപം, ആ സദസ്സിലുള്ളവരും ആ ഋത്വിക്കുകളും രാജാവിനും കേൾക്കച്ചിലെ അവരോട് അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങി എന്ന് പറയുകയാണ്. കവിരുവാച മന്യേ കുതശ്ചിൽ ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേ ആസദാത്മഭാവൽ വിശ്വാത്മന എത്ര നിവർത്തതേഭി. ആ ഭാഗവതധർമ്മങ്ങളെ പറഞ്ഞു തരണം, എനിക്ക് ഉപദേശിക്കണം എന്നല്ലേ നിമി ചക്രവർത്തി അഭ്യർത്ഥിച്ചത്. അതിന് ഉത്തരമായിട്ട് ആദ്യം മറുപടി പറയേണ്ടത് കവി എന്ന് പറഞ്ഞുള്ള നവയോഗിയാണ്. കവി രുവാച മഞ്ഞേ, ഏതാണ് ആ കുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം. ഈ എങ്ങനെയാണ്, എന്താണ് ഒരിക്കലും ഒന്നിൽ നിന്നും ഭയം ഇല്ലാത്തത് എന്തിനു മാത്രമേ ഉള്ളൂ, അച്യുതനായിട്ടുള്ള ഭഗവാന്റെ പാദാംബുജോപാസനം. ആര് നിത്യം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഉപാസന ചെയ്യണു, അതിൽ നിന്ന് മാത്രമേ, ആ പ്രവൃത്തിയിൽ നിന്ന് മാത്രമേ ഒരിക്കലും ഭയമില്ലാത്ത അവസ്ഥ വരുമെന്ന് പറയുകയാണ്. അതെങ്ങനെയാണ്, ഉദ്വിഗ്നബുദ്ധേ അസദാത്മഭാവാൽ. ആ എന്താണ് അസദാത്മഭാവാൽ, തെറ്റായിട്ടുള്ള വസ്തു താനാണെന്നുള്ള ഭാവം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണത്. അതായത് യഥാർത്ഥത്തിൽ ഈ ജീവൻ ശരീരമല്ല എങ്കിൽ കൂടി തെറ്റായിട്ടതുകൊണ്ട് എന്തു വന്നു, ഇത് ശരീരമാണ് താൻ എന്നുള്ള ആ ബോധം എപ്പോൾ ജീവനുണ്ടായി, അതാണ് അസദാത്മഭാവൽ. അപ്പുണ്ടാവും അതെന്തായി, ആ വന്നു കഴിഞ്ഞാൽ താൻ ഈ ശരീരമാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ ദ്വന്ദ്വഭാവം വന്നു. ദ്വന്ദ്വഭാവം വന്നു കഴിയുമ്പോൾ എന്തായും പേടി വരും. അതാണ് ഉദ്വിഗ്ന ബുദ്ധേ, ഭയപ്പെട്ടിരിക്കുന്ന ആ ബുദ്ധിയോട് കൂടിയുള്ള ഒരു മനുഷ്യന് എവിടുന്നും ഭയമില്ലാത്തത് എങ്ങനെയാണ് എത്ര ഭീ വിശ്വാത്മനാ നിവർത്തതേ. എന്താണ് ഈ ഭഗവത് സേവ കൊണ്ടുള്ള വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനെങ്കിലും രീതിയിൽ പേടിയുണ്ട് വെച്ചാൽ ഈ അതായത് വിശ്വാത്മന, അതായത് എല്ലാ തരത്തിലും ഉള്ള ഇതിനല്ലോ അശേഷവും നിവർത്തതേ ഇല്ലാണ്ടായിത്തീരും. എന്തുകൊണ്ട് ഈ ഭഗവൻ ആധാരം ഇങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പേടി എന്നുള്ളത് തീരെ ഇല്ലാണ്ടായിരിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഇതുള്ള എളുപ്പത്തിലുള്ള ഭാഗവധർമ്മ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുക. അതാണ് എളുപ്പത്തിൽ പറഞ്ഞത്. ഇനി അത് വേറെ ഇത് പറയുകയാണ്. ഏവൈ ഭഗവതാ പ്രോക്ത ഉപായാഹ്യാത്മലബ്ധയേ അംജപുംസാം അവിദുഷം വിദ്ധി ഭാഗവതൻ ഹിതൻ. ഇനിയിപ്പോൾ തോന്നും ഭാഗവധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ എന്താണ് ഈ ഭാഗവധർമ്മങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയാൻ, എന്താണ് വളരെ വിഷമായിട്ടുള്ളതാണോ എന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ അതിനാണ് പറയുന്നത്. ഈ പണ്ട്
ഭഗവതാ പ്രോക്ത ഉപായാഹ്യാത്മലബ്ധയെ. ഈ ഭാഗവതർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തുള്ളതാണ്. ഇതിന് ആത്മലബ്ധയെ തന്നെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട്. എങ്ങനെ? അവിദുഷാം പുംസാം, ഒട്ടും വിദ്വാൻമാരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൂടിയിട്ട് വേഗത്തിൽ നിഷ്പ്രയാസം എന്നെ തന്നെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തുള്ള മാർഗങ്ങളുണ്ടല്ലോ. വിദ്ധി ഭഗവതൻ ഹിതൻ. അതാണ് ആ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള ഭാഗവതർമ്മങ്ങൾ എന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുകയാണ്. അതായത് ഭാഗവത്തിൽ ആ പ്രസാദം പറയില്ലേ, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇങ്ങനെ 9 തരത്തിലുള്ള ഭക്തി മാർഗങ്ങളുണ്ട്. ഇതോടുകൂടിയിട്ട് ആ ഭഗവാനെ എളുപ്പത്തിൽ പ്രാപിക്കാമെന്ന് ആ ഭഗവത് ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ തൻ്റെ അച്ഛനായിട്ടുള്ള നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ഗീതയിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞിട്ടുണ്ട്, യൽ കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യൽ തപസ്യസി കൗന്ദേയ തത്കുരുഷമതർപ്പണം. എന്ത് ചെയ്യായാലും അത് എന്നെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക, അതേ വേണ്ടൂ എന്ന്. അതാണ് പഴയ ഇതിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള മാർഗം എന്ന് പറയുകയാണ്. എന്നിട്ടോ അതിൻ്റെ മഹത്വം പറയുകയാണ്. യാന ആസ്ഥായ നരോരാജൻ ന പ്രമാദ്യേത കരീജിൽ ദാവൻ നിമീല്യവാൻ നേത്രേ നസ്ഖലേൽ ന പതേരിഹ. ഈ ഭാഗവത ധർമ്മത്തിൻ്റെ മഹത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാന ആസ്ഥായ, അതിനെ വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ കരിഹിജിൽ ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് പറയാണ്. ന പ്രമാദ്യേത എങ്ങനെയാണ്? അതുമാതിരി നേത്രേ നിമീല്യ ധാവൻ, കണ്ണ് അടച്ച ഓടിച്ചാലും വഴിയിൽ തടഞ്ഞ് വീഴുന്നുള്ള പരിഭ്രമം വേണ്ടാന്ന് പറയണം. എന്നാ സ്കലയിൽ എന്നാ പതയിൽ തടഞ്ഞ് വീഴില്ല, കുണ്ടിലും വീഴില്ല എന്നുള്ളത്. കണ്ണടച്ച് ഓടിയാലും അത്ര സുരക്ഷയോട് കൂടിയിട്ട് ഉണ്ടാവും എന്ന് പറയുന്നത്. എന്താണ് ഈ കണ്ണടച്ച് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എന്താണ് ഈ കണ്ണുകൾ, നമ്മുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ശ്രുതികളും സ്മൃതികളുമാണ് നമ്മുടെ കണ്ണുകൾ. അതായത് വേദങ്ങളിലും അതുമാതിരി സ്മൃതികളെ, ധർമ്മശാസ്ത്രങ്ങളെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നതൊക്കെയാണ് ചെയ്യാനാണ് ശരി, അതാണ് വിധികൾ, ചെയ്യാൻ പാടില്ലാത്ത നിഷേധങ്ങൾ. അപ്പോൾ ഈ വിധി നിഷേധങ്ങളൊക്കെ ഏതുവരെയുള്ളൂ? ആ ഭാഗവതർമ്മങ്ങൾ ആചരിക്കുന്ന വരെയുള്ളൂ. ഭാഗവതർമ്മങ്ങൾ ആചരിക്കുന്ന ഭഗവാന്റെ ഭക്തരുണ്ടല്ലോ, വിധി നിഷേധങ്ങളെയൊക്കെ അതീതനായിട്ട് കടന്നു പോകാൻ പറ്റുന്ന അർത്ഥം. കണ്ണടച്ച് ഓടിയാലും വിരോധമില്ല, അവൻ്റെ രക്ഷയ്ക്ക് ഭഗവാനുണ്ട് എന്നാണ്. അതാണ് അതിൻ്റെ മഹത്വം. ഇനിയിപ്പോൾ എന്താണ് ഈ ഭാഗവതർമ്മങ്ങൾ എന്ന് വേണ്ടി പറയുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവൽ കരോതി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തൽ. ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ബുദ്ധി കൊണ്ട്, ആത്മാവ് കൊണ്ട്, അതുമാതിരി യൽ കരോതി, എന്തെല്ലാം നമ്മൾ പ്രവൃത്തികൾ ചെയ്യണതോ അതൊക്കെയും പരസ്മൈ നാരായണനായിട്ട് എല്ലാവരുടെയും അന്തര്യാമിയായിട്ടുള്ള നാരായണ പരമപുരുഷനായിട്ടുള്ള ആ ഭഗവാന് തന്നെ അർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ചെയ്യുക, അതേ വേണ്ടൂ. അത്ര എളുപ്പമാണെന്ന് പറയുകയാണ്. അതെന്താണ്? അനുസൃത സ്വഭാവം. എവിടുന്ന നമ്മൾ ഈ പ്രവൃത്തികൾ നമ്മളുടെ ആ ജന്മം കൊണ്ട് കിട്ടിയുള്ള നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടാണ് നമുക്ക് ഈ ജന്മം കിട്ടിയത്. ആ സാത്വിക ഭാവത്തിലോ താമസഭാവത്തിലോ രജോഭാവത്തിലോ എല്ലാം കൂടി മൂന്നും കൂടി ചേർന്നുള്ള ഭാവത്തിലോ എന്ത് രീതിയിൽ വേണം ആവാം നമ്മുടെ. പക്ഷെ ഈ ഒരു മനസ്സിലൊരു ഭാവം ഉണ്ടായാൽ മതി. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഭഗവാൻ അർപ്പിച്ചുകൊണ്ടുള്ള പൂജ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു വെച്ചാലോ അത് തന്നെയാണ്, ചെയ്യുകയാണ് വെച്ചാലോ അത് തന്നെയാണ് ഭാഗവതർമ്മം എന്നാണ് പറയുന്നത്. എന്നിട്ടോ ഭയം ദ്വിതീയാവിനിവേശതസ്യൽ ഈശൽ അഭേദസ്യ വിവല്യയോ സ്മൃതി തന്മായയാതോ ബുധാപജേത്തം ഭക്തേകേശം ഗുരുദേവതാത്മാ. ഈശാൽ പറയുകയാണ്, ഈശാൽ അഭേദസ്യ തൻ മായയാ അസ്മൃതി സ്യാൽ. അതായത് ഭഗവാനിൽ നിന്ന് വിമുഖനായിട്ടുള്ള ഒരാൾക്ക് എന്തുണ്ടാവും? ആ ഭഗവാന്റെ മായ പ്രാപിക്കും. ആ ഭഗവാന്റെ മായ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവുക? അസ്മൃതി, അതായത് യഥാർത്ഥത്തിൽ താൻ ആരാണെന്നുള്ള ഭാവം ഇതില്ലേ, അതായത് താൻ ആത്മാവ് തന്നെയാണെന്നുള്ള ഭാവം അതിൽ അസ്മൃതിയിൽ, അതായത് സ്വരൂപ വിസ്മരണം ഉണ്ടാവും. എന്നിട്ടോ അതിനാൽ വിവല്യയ ഭവതി, അതുകൊണ്ട് എന്തായി? താൻ ആത്മാവല്ല ശരീരമാണെന്നുള്ള ഭാവം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ദ്വിതീയ അവിനിവേശത, അങ്ങനെ 2 എന്നുള്ള ബുദ്ധി ഉണ്ടായി. ആ 2 എന്നുള്ള ബുദ്ധി എപ്പോൾ ഉണ്ടായിത്തീരും? അതായത് താൻ ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഇതിൽ ശരീരമാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അപ്പം എന്താണ്ടാവുക? ഭയം സ്യാൽ, പേടി ഉണ്ടാവും. ഈ 2 എന്നുള്ള ഭാവത്തിന് എപ്പോഴും പേടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ പേടിയില്ല, നമ്മളിൽ നിന്ന് വേറൊന്നൊരു വസ്തു എന്നാണ് നമുക്ക് എപ്പോഴും പേടി ഉണ്ടാവുക. അപ്പോൾ ഭയം ദ്വിതീയ അവിനിവേശാൽ, ഈ അഭിനിവേശം 2 ഉണ്ട് എന്നുള്ള ആ അഭിനിവേശം കൊണ്ട് ആണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ പേടി ഉണ്ടാവണമെന്ന് പറയുകയാണ്.
എന്നിട്ടോ അത് എങ്ങനെയാണ് വേണ്ടത്? തൻ മായയാതോ ഭൂത ആപജേത്തം. അപ്പം ആ മായയെന്ന് നിവൃത്തി വരണം എന്ന് പറഞ്ഞാൽ എന്താ വേണത്? അദ്ദേഹത്തിന് തന്നെ ആരുടെ മായ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഭേദബുദ്ധി ഉണ്ടായത്? ആപജേത്തം. ബുദ്ധിമാന്മാരായിട്ടുള്ള അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ തന്നെ ഭജിക്കണം. എങ്ങനെ? ഭക്തികേശം ഗുരുദേവതാത്മാ. ഏകാന്ത ഭക്തിയോട് കൂടിയിട്ട് ആ ഈശനെ തന്നെ ആപജയിൽ മോക്ഷം സിദ്ധിക്കുന്നത് വരെ ഭജിക്കണം. എങ്ങനെയാണ്? ഗുരുദേവതാത്മാ. ആദ്യം നല്ലൊരു ഗുരുവിനെ ചെന്ന് കണ്ട് ആ ഗുരു തന്നെ ഭഗവാനാണെന്നുള്ള ബുദ്ധിയോടുകൂടി ആ ഗുരുവിനെ ആശ്രയിച്ച് ഗുരുവിനെ വഹിച്ചിട്ട് അങ്ങനെ ഭഗവാനെ പ്രാപിക്കണം. ആ സമയത്ത് ഈ ദ്വൈതബോധം ഇല്ലാണ്ടായിത്തീരും. അപ്പം പേടിയും ഇല്ലാണ്ടായിത്തീരും. അവിദ്യമാനോപ്യവഭാതി ദ്വയോ ധ്യാതുർധിയാ സ്വപ്നമനോരഥൗ യഥാ തത്കർമ്മ സങ്കല്പ വികൽപകം മനോ ബുധോ നിരുന്ധ്യാൽ അഭയം തദസ്യൽ. അപ്പോൾ ഒരു സംശയം തോന്നാം. ഈ രണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് എന്നുള്ളത് എപ്പോഴും ഉണ്ട്. എങ്ങനെയാണിത് ഒന്നേ ഉള്ളൂ നമ്മൾ പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ചിന്ത കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. അവിദ്യമാനോപ്യവഭാതി ദ്വയോ. ദ്വയാന്നുള്ളത് ശരിക്കും ഇല്ലാത്തതാണെങ്കിൽ കൂടിയിട്ട് ഉണ്ട് എന്നുള്ളത് കാണുന്നത് എങ്ങനെയാണ്? ധ്യാതുർധിയ. നമ്മൾ അങ്ങനെ ചിന്തിച്ചുറപ്പിക്കൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായത്. ഏതുമാതിരി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ സ്വപ്നം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടാണ് അത് സങ്കല്പിക്കുന്നത്. അതുമാതിരി മനോരഥം കാണുമ്പോഴും തന്നെയാണ് മനസ്സിൽ നമ്മൾ മനോരഥം കണ്ട് ആ മനോരഥത്തിൽ അല്ലേ, മനോരാജ്യത്തിൽ അർദ്ധരാജ്യമില്ല എന്ന് പറയില്ലേ, വളരെ കേമായിട്ട് ചിന്തിച്ച് പലതും ഉണ്ടാകും. അതൊക്കെ വാസ്തവങ്ങളാണ് ആ സമയത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് തൽ കർമ്മ സങ്കല്പ വികൽപകം മനോ. അപ്പോൾ എന്താണ് ഇതെല്ലാം? ഈ മനസ്സിനെ പ്രവൃത്തികളാണ്, കർമ്മങ്ങളെ സങ്കല്പിക്കുക വികല്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഈ മനസ്സാണ് ഇതിന് മുഴുവൻ കാരണം. ഈ രണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കിയത് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ബുധോ നിരുന്ധ്യാൽ അഭയം തദസ്യൽ. അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഈ മനസ്സിനെ തൻ്റെ കീഴിലായിട്ട് മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് പറയുകയാണ്. നിരോധിക്കുക തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അഭയം സ്യാൽ. അപ്പോൾ രണ്ട് എന്നുള്ള അതുകൊണ്ടുള്ള പേടി ഇല്ലേ, ഇല്ലാണ്ടായിട്ട് അഭയം ലഭിക്കും എന്ന് പറയുകയാണ്. അതിന് എന്താണ് മാർഗം? എളുപ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മളിതാ ദശമസ്കന്ധത്തിന് ഇന്നലെ പറഞ്ഞു. അതന്നെ ഭഗവാന്റെ ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേർ ജന്മാനി കർമാണി ജയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിഹരേൽ ആസംഗ. ആ ഭഗവാന്റെ സുഭദ്രങ്ങളായിട്ടുള്ള രഥാംഗപാണി അതിലെ ഭഗവാൻ യഥാർത്ഥത്തിൽ ചക്രായുധനായിട്ടുള്ള രഥാംഗചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാലചക്രം എന്ന് കൂടിയാണ് സങ്കല്പിക്കുക. അതായത് കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ സുഭദ്രങ്ങളായിട്ടുള്ള കഥകളെ അങ്ങനെ കേൾക്കുക. അതെങ്ങനെയാണ്? ജന്മാനി കർമാണി ജയാനി ലോകേ. ഓരോ ജന്മത്തിലെ ഓരോ അവതാരങ്ങൾ എടുത്തുകൊണ്ട് അല്ലേ, ഓരോ രീതിയിലെ ഭഗവാന്റെ ലീലകളില്ലേ, അതെല്ലാം അനുഷ്ഠിച്ചുള്ള കഥകൾ, അത് ലീലകളും അതെങ്ങനെ കേൾക്കുക. എന്നിട്ടോ ഗീതാനി നാമാനി തദർത്ഥകാനി, അതിനെ സംബന്ധിച്ചും കൊണ്ടുള്ള ധാരാളം ഗീതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമാതിരി ധാരാളം പേരുകൾ ഭഗവാൻ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ഉറക്കെ ഇങ്ങനെ പാടുക. എന്നിട്ടോ ഗായൻ വിലജ്ജോ വിചരേൽ അസംഗ. ആ ഭഗവാനിലെ തന്നെ മുഴുകിക്കൊണ്ട് ഭഗവാൻ നാം ജപിച്ചുകൊണ്ടും ഭഗവാന്റെ കീർത്തനങ്ങളും പാടിക്കൊണ്ട് ലജ്ജ കൂടാണ്ട് അങ്ങനെ ഉറക്കെ പാടിയിട്ട് ഒന്നിനോടും ആസക്തി ഇല്ലാണ്ട് അങ്ങനെ ചെയ്യിക്കുക. ആ സമയം എന്നിട്ടോ ഏവം വ്രത സ്വപ്രിയനാമകീർത്തിയാ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈർ ഹസത്യതോ രോദിതിരൗദികായൻ ത്യുന്മാദവൽ നൃത്യതി ലോകബാഹ്യ. ഇങ്ങനെയുള്ള ഈ വ്രതത്തിൽ അങ്ങോട്ട് ഈ ഉറപ്പിച്ച ആൾക്കാരുണ്ടല്ലോ, സ്വപ്രിയനാമകീർത്തിയ, ആ ഭഗവാന്റെ നാമങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പ്രേമാസ്പദമായിട്ടുള്ള ആ ഭഗവാന്റെ നാമങ്ങളെ എങ്ങനെ കീർത്തിച്ചിട്ട് ആ ഭഗവാന്റെ അങ്ങനെ ഭക്തി അങ്ങനെ മെല്ലെ അങ്ങനെ വർദ്ധിച്ചു വന്നിട്ടോ ദ്രുതചിത്ത മനസ്സങ്ങനെ ദ്രവിച്ചിട്ട് ഉച്ചൈഹസതി, ചിലപ്പോൾ അങ്ങനെ ഉറക്കം എണിച്ചിരിക്കാൻ തുടങ്ങും, ചിലപ്പോഴോ കരയാൻ തുടങ്ങും, ചിലപ്പോൾ ഉറക്ക നിലവിളിക്കും, എന്നിട്ടോ ഉറക്ക പാട്ട് പാടും. ഉന്മാദവൽ, ഒരു ഭ്രാന്തനെ മരിക്കായിരിക്കും എങ്ങനെ ലോകത്തിൽ സഞ്ചരിക്കുക. മറ്റുള്ള ആൾക്കാർക്ക് നൃത്യതി ലോകബാഹ്യ, അങ്ങനെ ഈ ലോകത്തിൻ്റെ രീതികളിൽ നിന്നൊക്കെ ബാഹ്യനായിട്ട് ലോകധർമ്മങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നതിനായിട്ടുള്ള രീതിയിൽ അങ്ങനെ നൃത്തം ചെയ്തും പാട്ട് പാടിയിട്ടും അങ്ങനെ ഭഗവാനിൽ തന്നെ മുഴുകി അങ്ങനെ കഴിയാൻ തുടങ്ങും.
എന്നിട്ടോ ഖം വായുമഗ്നിം സലിലം മഹീഞ്ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാനി സരിൽ സമുദ്രാംശ്ച ഹരേ ശരീരം യൽ കിഞ്ചഭൂതം പ്രണമേൽ അനന്യ. അങ്ങനെ തന്നെ ഭാവം കഴിഞ്ഞാൽ എല്ലാം ഭഗവത് രൂപങ്ങളായിട്ട് അങ്ങോട്ട് കാണാൻ കഴിയും. ആകാശം, ആ വായു, അഗ്നി, ജലം, ഭൂമി, ഈ നക്ഷത്രങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, വൃക്ഷങ്ങള്, ദിക്കുകള്, സരിത്തുകള്, സമുദ്രങ്ങള് എല്ലാം ഹരേ ശരീരം, എല്ലാം ഭഗവാന്റെ ശരീരമാണെന്ന് മനസ്സിലാക്കിയിട്ട് യൽക്കിഞ്ചഭൂതം പ്രണമേൽ അനന്യ, അതൊക്കെ എന്തൊക്കെ ഉണ്ടോ ഭൂതമാത്രമായിട്ടുള്ള എല്ലാറ്റിനെയും ഭഗവാൻ തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് അനന്യ, തന്നിൽ നിന്നൊന്നും വേറെ ഭഗവാനല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ എന്നുള്ള ഭാവത്തിൽ എല്ലാവരും അങ്ങോട്ട് നമസ്കരിക്കാൻ കഴിയണം, പ്രമേയിൽ കഴിയണം എന്ന് പറയുകയാണ്. എന്നിട്ടോ ഭക്തി പരേശാനുഭവോ വിരക്തി അന്യത്ര ചേഷത്രിക ഏകകാല പ്രപദ്യമാനസ്യ യഥാശ്നതസ്യു തുഷ്ടി പുഷ്ടി ക്ഷുതമായോനുകാസം. ഇങ്ങനെ ആ ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ ഉണ്ടാവും എന്തുണ്ടാവും? പരേശാനുഭവോ, ആ ഭഗവാൻ, ആ പരനായിട്ടുള്ള ഈശ്വരനിലെ ആ ഭാവം അങ്ങനെ വർദ്ധിച്ച് ജ്ഞാനമാർഗം നിലയിലെ പരമസ്നേഹമായിട്ടുള്ള ആ ഈശ്വരനായിട്ടുള്ള ആ ഈശ്വര തത്വത്തിനെ പറ്റിയിട്ടുള്ള ആ ജ്ഞാനം, ഈശാനുഭവം, ആ ജ്ഞാനം ഉണ്ടായിത്തീരും. പിന്നെ വിരക്തി അന്യത്ര, ഭഗവാനല്ലാത്ത വസ്തുക്കളിലൊക്കെ എന്തിനായിരിക്കും തീരും? വൈരാഗ്യം. ഇങ്ങനെ മൂന്നും ഒന്നിച്ച് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഏകകാല, ഈ മൂന്നും ഒരേ സമയത്ത് ഉണ്ടായിത്തീരുന്നു പറയുകയാണ്. ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപദ്യമാനസ്യ യഥാശ്നതസ്യു തുഷ്ടി പുഷ്ടി ക്ഷുതമായോനുകാസം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്ന് വരുന്ന ഒരാളില്ലേ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോറുമ്പോൾ എന്ത് ചെയ്തില്ലേ? അശ്നത, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുണ്ടായും? ഓരോ ഉരുള കഴിക്കുമ്പോഴും എന്തുണ്ടാവും? അനുകാസം, കവളം. ഓരോ ഉരുള കഴിക്കുമ്പോൾ എന്തുണ്ടാവും? തുഷ്ടി പുഷ്ടി ക്ഷുതപായോ. ഒരു ഉരുള കഴിക്കുമ്പോൾ ഒന്നില്ലേ ക്ഷുതപായം ഉണ്ടാവും, അതായത് വിശപ്പ് മാറും. പിന്നെയോ അത് കഴിഞ്ഞിട്ടോ ഒരു സന്തോഷം വരും, അതുമാതിരി ശരീരത്തിന് പുഷ്ടിയും വരും. ഇത് മൂന്നും എപ്പോഴാണ് എന്ന സമയത്താണ് വരാൻ പറ്റില്ല, എല്ലാം ഒരേ സമയത്ത് ഏകകാലത്തിലാണ് വരിക. ഇതുമാതിരിയാണ് ഈ ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് എല്ലാ ഭക്തിയും അതുമാതിരി ജ്ഞാനവും വൈരാഗ്യവും ഒന്നിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പറയാണ്. ഇത്യച്യുതംഘ്രിം ഭജതോനുവൃത്യ ഭക്തിർവിരക്രി ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതപരം ശാന്തിമുപൈതി സാക്ഷാൽ. ഹേ രാജൻ, ഇങ്ങനെ ക്രമത്തിൽ ഈ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ഭജിക്കുന്ന ഭഗവത് ഭക്തന് ഭക്തിയും വിരക്തിയും ആ ഭഗവത് പ്രബോധ ഈശ്വര തത്വജ്ഞാനവും നിശ്ചയമായും വന്നു തീരും. അതുകൊണ്ട് പിന്നെ സാക്ഷാൽ പരാം ശാന്തി, പരമമായിട്ടുള്ള ശാന്തി അവസ്ഥ തൻ്റെ മോക്ഷത്തെയും പ്രാപിക്കാൻ കഴിയും എന്ന് പറയുകയാണ്. ഇതങ്ങനെയാണ് ഭാഗവതധർമ്മങ്ങളുടെ മഹത്വം കവി പറഞ്ഞത്. എന്താണെന്ന് ആ സമയത്ത് രാജാവ് ചോദിക്കുകയാണ്. രാജോവാച അഥ ഭാഗവതം ബ്രൂത യദ്ധർമ്മോ യാദൃശോ നൃണം യഥാചരതി യൽ ബ്രൂതേ യൈർലിംഗൈ ഭഗവത് പ്രിയാ. നിമി ചോദിക്കുകയാണ്, നോക്കൂ, ഇങ്ങനെ ഈ ഭാഗവതധർമ്മം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാള് ആ മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിനെ കാണാൻ കഴിയുക? എങ്ങനെയാണ് അദ്ദേഹം ചരിക്കുന്നുണ്ടാവുക? യൽ ബ്രൂതെ, അദ്ദേഹത്തിന് എങ്ങനെയാണ് തൻ്റെ വർത്തമാനമൊക്കെ ഉണ്ടാവുക? യൈ ലിംഗ, എന്തൊക്കെ അടയാളങ്ങളെ കൊണ്ടാണ് ആ ഭഗവാന് പ്രിയനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഭാഗവതനായിട്ടൊരാളെ അല്ലെങ്കിൽ ഭാഗവതധർമ്മങ്ങൾ ആചരിക്കുന്ന ഒരാളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് അത് ഭഗവാന്മാരല്ലി ചെയ്യണേ എന്ന് പറയുകയാണ്. അപ്പം അതിന് ഉത്തരമായിട്ട് ഹരി എന്ന് പറഞ്ഞ രണ്ടാമത്തെ നവയോഗിയാണ് പറഞ്ഞത്. ഹരിരുവാച സർവഭൂതേഷു യപ്പശ്യേൽ ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവതി ആത്മൻ ഏഷ ഭാഗവതോത്തമ. ഭാഗവതോത്തമൻ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭൂതങ്ങളിലും യൽ പശ്യേ ഭഗവത് ഭാവം ആത്മന, ആത്മാവിന് സകല ഭൂതങ്ങളിലും ഭഗവത് ഭാവത്തെ, അതായത് ഐശ്വര്യസ്വരൂപ അവസ്ഥയെ കാണാൻ കഴിയുക. അതുമാതിരി ഭഗവാനായ ആത്മാവിൽ തന്നെ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ, ആ ഭഗവാനിൽ തന്നെ ഈ ഭൂതങ്ങളെയും തന്നെയും എല്ലാം കാണാൻ കഴിയുമോ? അങ്ങനെ എല്ലാം ഭഗവാനായിക്കൊണ്ടും എല്ലാത്തിലും ഭഗവാനാണെന്നുള്ളതും അങ്ങനെയുള്ള ആ ഭാവത്തിരിക്കുന്ന അതാണ് യഥാർത്ഥത്തിലുള്ള ഭാഗവതോത്തമൻ എന്നാണ് ഹരി പറയണത്. പിന്നെയോ ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷൽസുജ പ്രേമ മൈത്രി കൃപോപേക്ഷ യക്കരോതി സമധ്യമാ. ഇന്ന് കുറച്ച് താഴെയായിട്ട് മധ്യവന്മാരായിട്ടുള്ള ഭാഗവതന്മാരുണ്ട്. അവർക്ക് എങ്ങനെയാ വെച്ചാൽ ഈശ്വരേ
പ്രേമം, ഭഗവാനിൽ പ്രേമുണ്ട്. തദധീനേഷു മൈത്രി, ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരോടൊക്കെ ചങ്ങാത്തം. പിന്നെയോ ബാലിശേഷു കൃപ, അതായത് ആ ഭഗവത് ഭക്തി ഒന്നും ഇല്ലാതെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ കഷ്ടാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരോട് കാരുണ്യം, കൃപ. പിന്നെയോ ദ്വിഷൽസു ഉപേക്ഷ, ഭഗവാനെ ദ്വേഷിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് ഉപേക്ഷ, അവർ നേരാവില്ല, അവർ ചിന്തിച്ചിട്ട് കാര്യം, അതിൻ്റെ ഉപേക്ഷാഭാവം. ഇങ്ങനെയുള്ള ഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ, എല്ലാവർക്കും വെവ്വേറെ ഭാവം കണ്ടത്, അവർ യഥാർത്ഥത്തിൽ മധ്യമന്മാരാണെന്ന് പറയുന്ന ഭഗവത് ഭക്തന്മാരിൽ. പിന്നെയോ മൂന്നാമത്തെ ഒരു കൂട്ടുണ്ട്, അർച്ചായാമേവ ഹരയേ പൂജാമ്യ ശ്രദ്ധയേ ഹരേ നതൽ ഭക്തേഷു ജന്യേഷു സഭക്ര പ്രാകൃത സ്മൃത. ആ വെറും വിഗ്രഹങ്ങളിൽ പ്രതിമകളിൽ മാത്രം അവിടെ ഭഗവാനുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിൽ മാത്രം ഭഗവാനെ പൂജ ചെയ്യുക. എന്നാലോ അതേമാതിരി തൽ ഭക്തേഷു അന്യേഷു, ആ ഭഗവാന്റെ ഭക്തന്മാരിലും അതുമാതിരി മറ്റുള്ളവരിലും എന്ന പൂജ അതേമാതിരി കാണുന്നില്ല, ഭഗവാനെ കാണുന്നില്ല, ഭഗവാനെ പൂജിക്കില്ല എന്നുള്ളോ, അങ്ങനെയുള്ള ഭക്തൻ വെറും പ്രാകൃതനാണ്. അതായത് വെറും വിഗ്രഹാരാധന, വെറുതെ അമ്പലത്തിൽ പോയി തൊഴുക, അത് മാത്രമാണ് ഈശ്വരഭാവത്തിൽ ഭഗവാനെ ഭജിക്കുക എന്നാണ് വെച്ചാൽ അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ഈ അമ്പലത്തിലുള്ള ആ ഭഗവാൻ മറ്റ് പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിലും ഉള്ളതിൻ്റെ ഒരു ഛായ, പ്രതിച്ഛായ മാത്രമാണെന്ന് കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലുള്ള മൂർത്തി തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിലും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്താവായിട്ട് ഇരിക്കണം എന്നുള്ള ഭാവത്തിൽ കൂടിയിട്ട് ഭജിക്കാൻ കഴിയും. ആ പദത്തിലേക്കാണ് എത്തേണ്ടത്. അത് എത്തിയില്ലെങ്കിൽ നമ്മൾ വെറും പ്രാകൃതന്മാരാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോവിഡ് മാരിയൊക്കെ തന്നുള്ള അവിടെ ഒന്നും പോയില്ലെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ടും ഭഗവാനെ ഭജിക്കാൻ നമുക്ക്. ഗൃഹീത്വാപിന്ദ്രിയൈരർത്ഥാൻ യോ ന ദ്വേഷ്ടി ന ഹൃഷ്യതി വിഷ്ണോർമായാമിതം പശ്യൻ സവൈ ഭാഗവതോത്തമ. ഇനി ആ ഭാഗവതോത്തമന്റെ ആ ലക്ഷണങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ്. ഗൃഹീത്വാപിന്ദ്രിയൈരർത്ഥാൻ യോ ന ദ്വേഷ്ടി ന ഹൃഷ്യതി, അതായത് ഈ നമുക്ക് സുഖവും ദുഃഖമൊക്കെ തന്നെ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് നമുക്ക് വരുന്നത്. മാത്രാസ്പർശേഷു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖയോ എന്നൊക്കെ ഗീതയിൽ പറയും. അതുമാതിരി അതായത് ഗൃഹീത്വാപ് ഇന്ദ്രിയൈരർത്ഥാൻ, അങ്ങനെ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളും ആ വിഷയങ്ങളുമായിട്ട് ബന്ധം വരുമ്പോൾ സുഖം വരും, ചിലപ്പോൾ ദുഃഖം വരും. അതുകൊണ്ട് അതിനെ ഇന്ന് ചിന്തിക്കാണ്ട് ന ദ്വേഷ്ടി ന ഹൃഷ്യതി, സുഖം വരുമ്പോൾ സന്തോഷിക്കുക അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ വിഷമിക്കുകയൊന്നും ചെയ്യാണ്ട് വിഷ്ണോർമായാമിതം പശ്യൻ, ഇതെല്ലാം ഭഗവാന്റെ മായയാണെന്ന് ആ ബോധ്യം വന്നിട്ട് എന്ത് ചെയ്യണു, അങ്ങനെയുള്ള ആൾക്കാരാണ് സവൈ ഭാഗവതോത്തമ, അവരാണ് ഏറ്റവും വലിയ ഭാഗവതന്മാര്, ഭക്തന്മാരിൽ ഉത്തമന്മാരെന്നാണ് ഹരി പറയണത്. ദേഹേന്ദ്രിയ പ്രാണമനോദിയാംയോ ജന്മാപ്യയക്ഷുദ്ഭയദർശകൃച്ഛ്രൈ സംസാരധർമ്മൈ അവിമുഹ്യമാന സ്മൃത്യാഹരേ ഭാഗവത പ്രധാന. ആ ഭാഗവത പ്രധാനന്മാരായിട്ട് അവരെങ്ങനെ ചെയ്യും? ആ ഹരിയുടെ സ്മൃതി കൊണ്ട് എന്ത് ചെയ്യും? സംസാരധർമ്മൈ അവിമുഹ്യമാന, ഈ സംസാരത്തിൻ്റെ കാരണം കൊണ്ടുണ്ടായിട്ടുന്ന ഓരോ വിഷമങ്ങളുള്ള സംസാരധർമ്മങ്ങളുടെ അതിൽ നിന്നൊന്നും മോഹിക്കില്ല എന്ന് അതല്ല പറയണം. മോഹിക്കാതിരിക്കണം. എന്താണ് സംസാരത്തിൻ്റെ ധർമ്മങ്ങൾ? ശരീരം കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, പ്രാണങ്ങളെ കൊണ്ട്, മനസ്സിനെ കൊണ്ട്, ബുദ്ധിയെ കൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് പല തരത്തിലതില്ലേ. എന്തൊക്കെയാണ് ശരീരത്തിൻ്റെ? എന്താണ് ശരീരത്തിന്? ജനിക്കുക, വളരുക, അതുമാതിരി രൂപഭേദം വരിക, ക്ഷീണിക്കുക, അത് നശിക്കുക, അതൊക്കെ എങ്ങനെയാണ്? ശരീരത്തിൻ്റെ ധർമ്മങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാവും? ചൂട്, തണുപ്പ്, വിശപ്പ്, ഇതൊക്കെ ഉണ്ടായ അതുമാതിരി ഭയം, പിന്നെയോ ഇങ്ങനെ ഓരോരോ ഇതാണ് ജനനം, മരണം, വിശപ്പ്, പേടി, ഓരോ വിഷമങ്ങളുണ്ടാവുക, ആഗ്രഹങ്ങളുണ്ടാവുക. ഇതൊക്കെ ഈ സംസാരധർമ്മങ്ങളെല്ലാം എന്തെന്നുണ്ടാവണം? ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ, ഇതൊക്കെ ബുദ്ധി, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടല്ലതൊക്കെ ഈ സംസാരം ഉണ്ടാവണം മുഴുവൻ ഈ ശരീരം കൊണ്ടാണ് ഉണ്ടാവുന്നത് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നും പരിഭ്രമിക്കാണ്ട് താൻ ആത്മാവാണെന്നുള്ള ഭാവത്തിൽ ഇരിക്കാൻ കഴിയുമാർക്ക് ആ ഹരേ സ്മൃതി, ആ ഭഗവാനെ തന്നെ എപ്പോഴും സ്മരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെ ആൾക്കാരാണ് ഭാഗവതോത്തമന്മാര്. ന കാമകർമ്മ ബീജാനം യസ്യ ചേതസി സംഭവ വാസുദേവൈക നിലയ സവൈ ഭാഗവതോത്തമ. ആർക്ക്? ന കാമ കർമ്മ ബീജാനം, ആരുടെ ഹൃദയത്തിൽ ഈ യസ്യ ചേതസി കാമകർമ്മ ബീജാനം, കർമ്മങ്ങളുടെ ഈ പ്രവൃത്തികളുണ്ടല്ലോ, പ്രവൃത്തികളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള മൂല കാരണം എന്താണ്? ആഗ്രഹമാണ്, കാമം എന്നുള്ളത്. അത് ആരുടെ ഹൃദയത്തിൽ ഒരിക്കലും അങ്കുരിക്കുന്നില്ല. കാരണം എന്താണ്? യസ്യ ചേതസി,
വാസുദൈവൈക നിലയ, അവരുടെ മനസ്സെപ്പോഴും ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഭാഗവതോത്തമന്മാർ എന്ന് പറയുകയാണ്. ആ പ്രഹ്ലാദൻ ഭഗവാനോട് പറയില്ലേ, വരായിട്ട് ചോദിക്കില്ലേ എന്താണ് വരമെന്ന്, ഞാൻ കാമാനം ഹൃദ്യസംരോഹം എന്നാണ് പ്രഹ്ലാദൻ ഭഗവാനോട് ചോദിക്കണത്. അതായത് എനിക്ക് വരൊന്നും വേണ്ട, ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാമാനം ഹൃദി അസംരോഹം, ഈ ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അങ്കുരിക്കുന്ന സമയത്ത് തന്നെ അതിനെ അങ്കുരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വരാണ് എനിക്ക് തരേണ്ടത്. കാരണം ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞ് വെച്ചാൽ എന്താ ഉണ്ടാവുക, അതിൽ ഒരു ഭ്രമം കൂടും, അതിനെ പരിശ്രമിക്കുക, തൻ്റെ സ്വന്തമാക്കാനുള്ള പരിശ്രമം വരും. ആ പരിശ്രമം വരാൻ പറയുമ്പോൾ നിരാശ വരും, നിരാശ വരുമ്പോൾ കോപം വരും, കോപം വരുമ്പോൾ ഭയം വരും, ഭയം വരുമ്പോൾ ബുദ്ധി ഭ്രമിക്കും, നാശം വരും. അങ്ങനെ അവസാനം ഗീതയിൽ പറയും അങ്ങനെ എങ്ങനെയാണ് മനുഷ്യൻ നശിച്ചു പോകുന്നത്, അതൊക്കെ ചെറും തുച്ഛമായിട്ടുള്ള ആഗ്രഹങ്ങളെ കൊണ്ടാണ് അതൊക്കെ വരുന്നത്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ അങ്കുരിക്കാതിരിക്കുക. അങ്ങനെയുള്ള അതെങ്ങനെ ആക്കി കഴിയൂ, ആ ഭഗവാനിൽ തന്നെ വാസുദേവൈക നിലയനായിട്ടുള്ള ഭക്തന് മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള ഭക്തനാണ് ഭാഗവതോത്തമൻ. നയസ്യ ജന്മകർമ്മഭ്യം ന വർണ്ണാശ്രമജാതിഭി സജ്ജതേസ്മിന്നഹം ഭാവോ ദേഹേ വൈ സഹരേ പ്രിയ. അവനാണ് ഹരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ആര്? നയസ്യ ജന്മകർമ്മഭ്യാം, ആർക്ക്? യാതൊരുത്തന് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വർണ്ണ ആശ്രമജാതിഭി, താൻ ജനിച്ചുള്ള വർണ്ണത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ, താൻ ഏത് ആശ്രമത്തിലാണെന്നുള്ള ഭാവം കൊണ്ടോ, അല്ലെങ്കിൽ തൻ്റെ ജാതിയുടെ കേമത്വം കൊണ്ടോ, സജ്ജതേ അസ്മിൻ അഹംഭാവോ, അസ്മിൻ ദേഹേ, തൻ്റെ സ്വന്തം ശരീരത്തിൽ ഇങ്ങനെയുള്ള ഓരോ ഭാവം കൊണ്ടും അഹംഭാവം, ഞാനെന്ന ഭാവം ആർക്കും ഉണ്ടാവുന്നില്ല. സവൈ ഹരേ പ്രിയ, അവനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഓരോ ഇതുകൊണ്ടും തൻ്റെ കേമത്വം ഒരിക്കലും ജാതി കൊണ്ടോ കുലം കൊണ്ടോ വിദ്യ കൊണ്ടോ ഒന്നുകൊണ്ടും താൻ കേമനാണെന്നുള്ള ഭാവം ഇല്ലാണ്ടിരിക്കുന്ന ആളില്ലേ, അവനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ. നയസ്യ സ്വപരൈരി വിത്തേഷു ആത്മനിവാഭിത സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ. യാതൊരുത്തന് സമ്പത്തുകളിലോ ശരീരത്തിലോ തൻ്റേതെന്നോ അന്യൻ്റേതെന്നുള്ള ആ ഭേദബുദ്ധി ഉണ്ടല്ലോ ഒരിക്കലും ഇല്ലാതെ സർവഭൂത സമ, എല്ലാ ഭൂതങ്ങളിലും ആ സമനായിട്ടിരിക്കുന്ന അതില്ലേ, അത് അങ്ങനെയുള്ള ആളാണ്. ശാന്തനാവും ചെയ്യും. ആ സവൈ ഭാഗവതോത്തമ, എപ്പോഴും മനസ്സിനെ ഒതുക്കി, ശാന്തൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ച മനസ്സോട് കൂടിയിട്ടുള്ള ആളാണെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ആളാണ് ഏറ്റവും ഭാഗവതോത്തമൻ. ഒന്നിനോടും ഇതില്ലേ തൻ്റേതാണെന്നോ അന്യൻ്റെ ആണെന്നുള്ള ഭാവമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ എല്ലാവരുടെ സ്വഭാവത്തിലിരിക്കുന്ന ആളാണ് ഭാഗവതോത്തമൻ. പിന്നെയോ ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഡ സ്മൃതി അജിതാൽപസുരാദിഭി വിമൃഗ്യൽ ന ചലതി ഭഗവൽ പദാരവിന്ദൽ ലവനിമിഷാർദ്ധമഭി സവൈഷ്ണവാഗ്ര. ത്രിഭുവന വിഭവഹേതവേ, ഈ 3 ലോകത്തിലുള്ള സമ്പത്തുകൾ കേമത്തുകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സിദ്ധിക്കുന്നെങ്കിൽ കൂടിയിട്ട് നൽകാം ആരെങ്കിലും പറയുകയാണെങ്കിൽ കൂടിയിട്ട് അജിതാത്മസുരാദിഭി വിമൃഗ്യാൽ, ആ ഒരിക്കലും മനോദയം വരാത്തവരായിട്ടുള്ള ദേവന്മാരെ മുതലായിട്ടുള്ള ആൾക്കാർ കൂടിയിട്ട് അന്വേഷിക്കാൻ യോഗ്യമായിട്ടുള്ള ഭഗവൽ പദാരവിന്ദാൽ, അങ്ങനെയുള്ള അതിലെ 3 ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായുള്ള എന്ത് നൽകാം എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് എന്നാ ചലതി ഭഗവൽ പദാരവിന്ദാൽ, ആ ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ നിന്ന് എങ്ങനെ ലവനിമിഷാർദ്ധമവി, ഒരു നിമിഷത്തിൻ്റെ പകുതി സമയം കൂടിയിട്ട് വിടാൻ ഒരുക്കല്ല. എങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 ലോകത്തിലുള്ള എന്ത് സമ്പത്ത് തരാമെന്ന് നമ്മൾ പറഞ്ഞ് പ്രീണിപ്പിച്ചാൽ കൂടിയിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് തൻ്റെ ശ്രദ്ധ ഒരു നിമിഷത്തിൻ്റെ പകുതി കൂടി ആർക്ക് വിടുത്താൻ കഴിയില്ല. അത്ര ഉറപ്പിച്ചുള്ള ഭക്തിയോടുള്ള ആരുണ്ടോ സ വൈഷ്ണവാഗ്ര, ആരാണോ അദ്ദേഹമാണ് ഏറ്റവും ഇതില്ലേ വൈഷ്ണവന്മാരിൽ അഗ്രനായിട്ടുള്ളത്, ഉത്തമനായിട്ടുള്ളത് എന്നാണ് ഹരി പറയണത്. ഇനി അദ്ദേഹത്തിന്റെ മഹത്വം എന്താണ്? ഭഗവത ഉരിവിക്രമാംഗ്രിശാഖാനഖമണി ചന്ദ്രികയാ നിരസ്തതാവേ ഹൃദി കഥമുപസീതതാം പുനഃസ പ്രഭവതി ചന്ദ്ര ഇവോദിരക്കഥാവാ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉരുവിക്രമനായിട്ടുള്ള ആ ഭഗവാന്റെ
പാദാരവിന്ദങ്ങളിൽ നിന്നുള്ള നഖങ്ങളുണ്ടല്ലോ, അതിൻ്റെ ആ നഖങ്ങളാകുന്ന ചന്ദ്രകലമാരുണ്ടല്ലോ നഖങ്ങൾ, അതിൽ നിന്ന് അതിൻ്റെ ശോഭ കാരണം നിരസ്ത താപേ, അതിന് ചന്ദ്രൻ്റെ എങ്ങനെയാണ്, ചന്ദ്രൻ്റെ നല്ല ശീതളങ്ങളായിട്ടുള്ള രശ്മികളാണല്ലോ, അതുകൊണ്ട് മനസ്സിലുള്ള എല്ലാ താപങ്ങളും നശിച്ചിരിക്കണമെന്ന് പറയുകയാണ്. പിന്നെ അർക്കതാപ ഈ സൂര്യോഷ്ണം മാതിരിയുള്ള ഈ രാഗാദി ദോഷങ്ങളൊക്കെ പിന്നെ അവനെ ഭാവിക്കുക ഒന്നുമില്ല. എപ്പോഴും ആ ഭഗവാന്റെ ആ ഭക്തിയെ കൊണ്ടുണ്ട്, ആ ഭഗവാന്റെ ഇതില്ലേ ആ ചന്ദ്രശോഭ കൊണ്ട് മനസ്സ് കൊള്ളുന്നുള്ള ആൾക്ക് പിന്നെ ലൗകികങ്ങളായിട്ടുള്ള താപങ്ങളെ ഒന്നും, സൂര്യതാപങ്ങളെ ഒന്നും ഒരിക്കലും ഭയമില്ല, ഒന്നും അതിൽ തൻ്റെ ഇതിൽ പ്രാപിക്കാൻ വരില്ല, കഴിയില്ല എന്ന് പറയുകയാണ്. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാൽ ഹരിരവശാഭിഹിതോപ്യഘൗഗനാശ പ്രണയരസനയാതൃതംഗ്രിവൽമ സഭവതി ഭാഗവത പ്രധാന ഉക്രാ. എങ്ങനെ യാതൊരുവൻ്റെ ഹൃദയത്തിനെ പ്രണയരസനയ പ്രേമമാകുന്ന കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട പാദബലത്തോടു കൂടിയിട്ടുള്ള അകൗകനാശ പാപസമൂഹങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീഹരി ഇങ്ങനെ ഭഗവാന്റെ എന്താണ്, ഭഗവാൻ ഇങ്ങനെ വസംഗതനായിരിക്കണു തൻ്റെ ഭക്തനെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവാൻ തൻ്റെ ഭക്തി കൊണ്ടാവുന്ന പാശം കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ ആ ഭഗവാനെ ഇങ്ങനെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. ഭഗവാന്റെ മഹത്വം എന്താണ്, എല്ലാ പാപങ്ങളുടെയും കൂട്ടത്തിനെ നശിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാന് വേണമെന്ന് വെച്ചാൽ കൂടിയിട്ട് പുറത്തേക്ക് പോകാൻ വയ്യ. ആ കാരണം പ്രണയരസനയാതൃത അംഗ്രിവൽമ, ആ പ്രണയമാകുന്ന പാശം കൊണ്ട് ഉള്ളിൽ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് ഭഗവാനെ. അതുകൊണ്ട് എങ്ങനെയാണ് ആ ഭഗവാൻ എപ്പോഴും ഭക്തന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഭഗവാന് സ ഭവതി ഭാഗവത പ്രധാന ഉക്ത, അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ ഏറ്റവും പ്രിയനായിട്ട് ഭാഗവതനായിട്ടുള്ള ആളെന്ന് പറയപ്പെടുന്നു എന്ന് പറയുകയാണ്. അതിൽ ഭഗവാൻ തന്നെ പറയും, അംബരീഷ ചരിത്രത്തിൽ ദുർവാസാവിനോട് പറയും, എൻ്റെ ഭക്തന്മാർ എന്നെ പ്രിയതമാതില്ലേ പതിവ്രതകളായിട്ടുള്ള പത്നിമാർ സ്വന്തം ഭർത്താക്കന്മാരെ തങ്ങളുടെ ആ സ്നേഹം കൊണ്ടും സേവ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും എങ്ങനെ ബന്ധിച്ച് തങ്ങളുടെ വശത്താക്കി വെക്കുന്നു, അതുമാതിരി എൻ്റെ ഭക്തന്മാരും എന്നെ തൻ്റെ ഭക്തമാതിൽ അവരുടെ ഭക്തിയാകുന്ന പ്രേമമാകുന്ന പാശം കൊണ്ട് എന്നെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. അവർക്ക് ഞാനല്ലാണ്ട് ആരുമില്ല, അവരല്ലാണ്ട് എനിക്കും വേറെ ആരുമില്ല എന്ന് ഭഗവാൻ തന്നെ ദുർവാസാവിനോട് പറയും. അങ്ങനെയുള്ള ആ രീതിയിലുള്ള ഭക്തന്മാരാണ് ഭാഗവത ഉത്തമന്മാരെന്ന് ഹരി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ ഭാഗവതർമ്മനിരൂപണം നാമ ദ്വിതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.